കിണറ്റിൽ പാമ്പ് വീണിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് മക്കളെ. കാണുന്നുണ്ടോ പാമ്പിനെ? വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആ നീളത്തിൽ കിടക്കുന്നതാണ് മലമ്പാമ്പാണ് കേട്ടോ, വെറും പാമ്പല്ല, മലമ്പാമ്പാണ് മക്കളെ, മലമ്പാമ്പ്. വെള്ളം കുടിച്ച് ചീർത്തിക്കണല്ലേ. എപ്പോൾ വീണതാണോ പോലെ? ഇന്നലെ രാത്രി വീണതാവും. ഇന്നലെ വൈകുന്നേരം വരെ ഒന്നും ഇല്ല. ഞാൻ വെള്ളം മുക്കാനൊക്കെ നോക്കിയല്ലേ. അല്ല, ഇന്നലെ വൈകുന്നേരമല്ലേ വെള്ളം മുക്കിയത്, ഇന്നലെ രാത്രിയാണ് വെള്ളം മുക്കിയത്. ഇന്നലെ രാവിലെ വെള്ളം മുക്കിയപ്പോഴൊന്നും കുഴപ്പമില്ല ഇല്ലേ. ചൈനക്കാരാണെങ്കിൽ ഇറങ്ങി കറി വെച്ചി. അന്ന് കറിക്കുള്ള വക അതിനൂല്ലേ അവർക്ക്. ഫോണ് കണ്ടിട്ട് ലൈവ് അല്ലത്. നമ്മൾ വിചാരിച്ചോടത്ത് ഇതിനായിട്ട് പുറത്തേക്ക് ഇടേനും ചത്താണ്ടല്ലോ, ചത്ത ചമ്മിയെടുക്കാറുണ്ട്. ഇത് അങ്ങാ കിടക്കന്നെ. ഞാൻ പോയില്ല, എൻ്റെ സ്ഥലം എന്താ ചെയ്യാ മക്കളെ. എൻ്റെ മക്കളെ വകയാണെങ്കിൽ എൻ്റെ കൈപ്പാട്ടൊക്കെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പാമ്പിനെ പിടിക്കാൻ പോവുകയാണ്. പാമ്പ് പിടുത്തം, ഒരു പാമ്പ് പിടുത്തം, കലാവിരുത്. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടാണ് കയറുന്നത്. കയറൂ, കയറൂ, കയറൂ. ഇത് കയറുന്നില്ലല്ലോ അല്ലേ, അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. കയറി കിട്ടിയാണെങ്കിൽ അല്ല മക്കളെ, ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവര് കമന്റ് ഒടുവിൽ അവസാനത്തെ പോരാട്ടത്തിന് ശേഷം നമ്മൾ ആ സാധനത്തിന് പതുക്കെ പതുക്കെ എടുക്കുകയാണ്. മലമ്പാമ്പാ മക്കളെ, മലമ്പാമ്പിൻ്റെ മറ്റേ മീൻ ചെറുതാണെങ്കിൽ എന്തോ ജീവണ്ടോ? തൊള്ളൊക്കെ തുറന്നിട്ട് ജീവനുണ്ടോ? ഇതിങ്ങനെ തന്നെ ചത്താണോ ജീവനുണ്ടാവും? തൊള്ളൊക്കെ തുറന്നെടുക്കും. കപ്പ് കണ്ടിട്ട് ചത്തം പോലെ തോന്നുന്നു. അത് പേടിയെടുക്കാം. കവറെടുത്ത് വായ അടിച്ച് കഴിഞ്ഞിട്ട് ഈ കവറിലാക്കി കൊണ്ടുവരാൻ നീളം കണ്ടില്ലേ. ശിവളെ കണ്ടട്ടാ, പാമ്പിനെ കണ്ടോ?